Dear students, welcome back to our online class. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗീതു മപ്പസയുടെ എ പീസ് ഓഫ് സ്ട്രിങ് എന്ന ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്നു. ഓക്കെ, എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ചരട്. അപ്പൊ എന്താണ് ഈ നമ്മളെ ഒരു ടൈറ്റിലിന്റെ അർത്ഥം വരുന്നത്? ഈ പീസ് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരടിന്റെ കഷ്ണം എന്നാണ് അർത്ഥം വരുന്നത്. നമുക്ക് നോക്കാം, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് നോക്കാം. ദ സ്റ്റോറി വാർ റിവീൽസ് ഹൗ വാർ ഷാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തകർത്തെറിയുക അല്ലെ, ദ ഹേർട്സ് ഓഫ് ദ അഫക്റ്റഡ് ഫാമിലീസ്. അതായത് നമ്മൾ വാർ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിൽ പഠിച്ചല്ലോ. എന്താണ് നമ്മുടെ യുദ്ധം, എങ്ങനെയാണ് ആ യുദ്ധം ബാധിച്ചിട്ടുള്ള കുടുംബത്തിന് എന്ത് ചെയ്യുന്നത്, തകർത്തെറിയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. നൗ തിങ്ക് അബൌട്ട് ഹൗ ഇറ്റ് വുഡ് ഫീൽ ടു ബി മിസ്അണ്ടർസ്റ്റുഡ് ഓർ റോങ്ലി ജഡ്ജ്ഡ്. ഇനി ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അതായത് ആരെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ തെറ്റായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ. ഹൗ ഡു യു റിയാക്ട് ഇഫ് യുവർ ഹോണസ്റ്റി ഈസ് ക്വസ്റ്റ്യൻഡ്. എന്താണ് ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സത്യസന്ധത. ഹോണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്യസന്ധത. അതായത് നിങ്ങൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. അതായത് നിങ്ങളെ ഹോണസ്റ്റിയെ, സത്യസന്ധതയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. ലെറ്റ്സ് റീഡ് എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗീതു മൊപ്പസോ. നമുക്ക് ഗീതു മൊപ്പസോയുടെ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാം. എന്താണ്? എ പീസ് ഓഫ് സ്ട്രിങ്, എ സ്റ്റോറി ദാറ്റ് ഡെപിക്ട്സ്. അത് നമുക്ക് എന്താ ചിത്രീകരിച്ച് തരുന്നത്? ദ പെയിൻ ഓഫ് ബീയിങ് ഫാൾസ്ലി അക്യൂസ്ഡ് അല്ലെ. ഒരാളെ തെറ്റായിട്ട് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ, ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഒരാളിൽ ഇത്രയും വേദന ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ കഥയിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അലോങ് ആൾ ദ റോഡ്സ് അറൌണ്ട് ഗോഡ്രിവില്ലെ. എവിടെ വെച്ചിട്ടാണ് നമ്മളെ കഥ നടക്കുന്നത്? ഗോഡ്രിവില്ലെ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. ദ പെസൻസ് ആൻഡ് ദെയർ വൈസ് വേർ കമ്മിങ് ടു ദ ടൗൺ ബിക്കോസ് ഇറ്റ് വാസ് മാർക്കറ്റ് ഡേ. അതായത് ഗോഡ്രിവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മളെ കഥ നടക്കുന്നത്. അതായത് ഈ ഗോഡ്രിവില്ലയിലോട്ട് എത്തിച്ചേരാൻ ഉള്ള എല്ലാ റോഡുകളും, അലോങ് ആൾ ദ റോഡ്സ് അറൌണ്ട് ഗോഡ്രിവില്ലെ, ദ പെസൻസ് ആൻഡ് ദെയർ വൈഫ്സ്, കർഷകരും അവരുടെ വൈഫ്സും ഭാര്യമാരും വേർ കമ്മിങ് ടു ദ ടൗൺ. അവരെങ്ങോട്ട് വരികയായിരുന്നു? ടൗണിലോട്ട് വരികയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് മാർക്കറ്റ് ഡേ. കാരണം എന്താണ് പറഞ്ഞത്? അത് ഒരു മാർക്കറ്റ് ഡേ ആയിരുന്നു. അതായത് മാർക്കറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചന്തയുള്ള ദിവസമായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എന്തുള്ള ദിവസമായിരുന്നു? ചന്തയുള്ള ദിവസമായിരുന്നു. സം ലെഡ് എ കൗ ഓർ എ കാഫ് ബൈ എ കോഡ്. ചില ആളുകൾ കയറും പിടിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, പശുക്കളെയോ അല്ലെങ്കിൽ പശുക്കിടാങ്ങളെയോ ഒക്കെ കൊണ്ടിട്ട് വരികയാണ്. ആൻഡ് ദെയർ വൈസ്, അവരുടെ ഭാര്യമാരാണെങ്കിലോ വാക്കിംഗ് ബിഹൈൻഡ് ദ ആനിമൽ. അതായത് കർഷകർ മുന്നിൽ നടക്കുന്നു, ഭാര്യമാർ എന്ത് ചെയ്യുന്നു, പുറകിൽ എന്ത് നടക്കുന്നു, വിപ്പഡ് അതിനിട്ട് കാണാൻ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, അടിക്കുന്നു. ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച്, എന്തെങ്കിലും ലീഫി ബ്രാഞ്ച് വെച്ചിട്ട്, അതായത് ചെറിയ ചെടിയുടെ എന്തെങ്കിലും തണ്ടൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെ, അതിനിങ്ങനെ അടിച്ചിങ്ങനെ പോവാണ് അല്ലെ. ടു ഹാസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കൂട്ടുക അല്ലെ, ഇറ്റ്സ് പ്രോഗ്രസ്. അതായത് വേഗം നടന്നു പോകാനായിട്ട് ഈ പശുക്കളെയും പശുക്കിടാങ്ങളെയൊക്കെ അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ വരുന്നത്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡ്രിവില്ലെ. പബ്ലിക് സ്ക്വയർ, എന്താണ് ഈ പബ്ലിക് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാവരും കൂടുന്ന സ്ഥലം അല്ലെ. ഇവിടെ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡ്രിവില്ലയിലെ പബ്ലിക് സ്ക്വയറിലെ ദർ വാസ് എ ക്രൗഡ്. അവിടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു അല്ലെ. ഇവിടെ നമുക്ക് ഈ ചിത്രം എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും അല്ലെ. ചന്ത നടക്കുന്ന ദിവസമാണ്. എ ത്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നാണ് എന്ത് ചെയ്യുന്നത്, അർത്ഥം വരുന്നത്. ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെ. അവിടെ ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹച്ച്കോം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ്. നമ്മളെ കഥാപാത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഹച്ച്കോം എന്നാണ് അല്ലെ. ഹച്ച്കോം ഹാഡ് ജസ്റ്റ് അറൈവ്ഡ് അറ്റ് ഗോഡ്രിവില്ലെ. ഹച്ച്കോം എവിടെ എത്തി എന്നാ പറഞ്ഞിട്ട്? ഗോഡ്രിവില്ലയിൽ എത്തി. ആൻഡ് ഹി വാസ് വാക്കിംഗ് ടുവേർഡ്സ് ദ പബ്ലിക് സ്ക്വയർ അല്ലെ. ഹച്ച്കോം എങ്ങോട്ട് നടക്കായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? പബ്ലിക് സ്ക്വയറിലോട്ട് നടക്കായിരുന്നു. ദെൻ ഹി സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോഴാണ്, നടക്കുന്ന വഴിയിലാണ് അല്ലെ, എന്ത് ചെയ്തിട്ടുണ്ട്, നിലത്ത് എന്ത് കിടക്കണ കാണുന്നത്? ഒരു പീസ് ഓഫ് സ്ട്രിങ്, ഒരു കുഞ്ഞു ചരടിന്റെ കഷ്ണം എന്ത് ചെയ്തിട്ടുള്ളത്, ആര് കാണുന്നത്? നമ്മളെ ഹച്ച്കോം കാണുന്നത്. ഹി തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്കഡ് അപ്പ് അല്ലെ. അതായത് ഉപയോഗപ്രദമുള്ള എന്തും എന്ത് ചെയ്യണം, എടുക്കണമെന്നാണ് എന്ത് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കർഷകനാണ്, എന്തെങ്കിലുമൊക്കെ ചാക്കുകളോ മറ്റോ ഒക്കെ കെട്ടാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചെറിയൊരു കുഞ്ഞു ഒരു ചരട് അല്ലെങ്കിൽ ചെറിയൊരു കയറിന്റെ കഷ്ണം കിട്ടിയപ്പോൾ അദ്ദേഹം അത് എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോഡ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. ആ അല്ലെ ഗ്രൗണ്ടിൽ നിന്ന് എന്താ പണ്ടത്, ആ നേർത്തിട്ടുള്ള എന്ത് ചെയ്യാം, ആ ചരട് അല്ലെ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പണ്ടത്, അതിങ്ങനെ ചുരുട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഹി നോട്ടീസ്ഡ്, അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, മലാൻഡേനെ ശ്രദ്ധിച്ചത് അല്ലെ. ഓൺ ദ ത്രഷോൾഡ് ഓഫ് ഹിസ് ഡോർ അല്ലെ. അദ്ദേഹം എവിടെ നിൽക്കുന്നുണ്ട് എന്നാ പണ്ടത്, അദ്ദേഹത്തിന്റെ വാതിൽപ്പടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ലുക്കിംഗ് അറ്റ് ഹിം, അതായത് മലാൻഡേന് ഒരു കടയുണ്ട്, ആ കടയുടെ വാതിൽപ്പടിയിൽ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഉമ്മറപ്പടിയിൽ എന്ത് ചെയ്യാൻ നോക്കി നിൽക്കുകയാണ്. ആരെ തന്നെ നോക്കി നിൽക്കാന്നാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഹച്ച്കോമിനെ. അപ്പൊ നമ്മൾ ഒരു കഥാപാത്രത്തെ നമ്മൾ പഠിച്ചു,
രണ്ടാമത്തെ കഥാപാത്രം ആരാണ്? മെലാൻഡൈൻ ആണ് അല്ലെ. ദേ വേർ ഓൺ ബാഡ് ടേംസ് വിത്ത് ഈച്ച് അതർ. അതായത് ഇവർ പരസ്പരം എന്തില്ല, വലിയൊരു പിന്നെ പിടുത്തല്ല, അതായത് പരസ്പരം നന്നല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്, അതായത് തെറ്റിലാണ് എന്ന് പറയാണ് അല്ലെ. അവരുടെ ടേംസ് എന്തല്ല, ശരിയല്ല. അതായത് ഇപ്പൊ നമ്മുടെ ഹച്ച്കോമിന്റെ ശത്രുവാണ് ആര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെലാൻഡൈനായിട്ട് നമുക്ക് എന്തെങ്കിലും കൂട്ടാം, എനിമിയാണ്. They were on bad terms with each other. Hutchcombe was seized with shame. അല്ലെ, അതായത് ഇദ്ദേഹം ഈ ചരട് എടുത്തല്ലോ, ഈ ചരട് എടുത്തത് ആര് കണ്ടു? നമ്മുടെ മെലാൻഡിൻ കണ്ടല്ലോ. അപ്പോ ഹച്ച്കോമിന് ആകെ എന്താ തോന്നിയെന്നാ പറഞ്ഞിട്ടുള്ളത്, ഹച്ച്കോമിന് എന്തോ പിടിച്ച് എന്താണ് ഒരു ഒരുമാതിരി എന്ത് നാണക്കേട് തോന്നി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഹച്ച്കോമിനെ വല്ലാത്ത ഒരു ഷെയിം വരികയാണ്. അതായത് തന്റെ ശത്രുവായിട്ടുള്ള മെലാൻഡൈൻ തന്നെ കണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ നമ്മുടെ ഹച്ച്കോമിന് വല്ലാത്തൊരു ഷെയിം വരികയാണ്. അങ്ങനെ ഹി കൺസീൽഡ് ഹിസ് ഫൈൻ ക്വിക്ക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കൺസീൽ ചെയ്തു. എന്താ കൺസീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കുക, ഒളിപ്പിച്ചു വെക്കുക. ഹിസ് ഫൈൻഡ് അല്ലെ, അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് എന്നാ പറഞ്ഞത്? ഒരു പീസ് ഓഫ് സ്ട്രിങ് ആണ്, ചെറിയൊരു പിന്നെന്താന്നാ പറഞ്ഞത്, കോഡാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ അതെന്ത് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ അദ്ദേഹം എന്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഹി പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുകയാണ്. ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. അങ്ങനെ അദ്ദേഹം നിലത്തോട്ട് മറ്റെന്തോ തേടുന്ന പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് അഭിനയിച്ചു. ദെൻ ഹി വെന്റ് ടുവേർഡ്സ് ദ മാർക്കറ്റ്. അങ്ങനെ അദ്ദേഹം നേരെ മാർക്കറ്റിലോട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം പോവുകയാണ്. അങ്ങനെ ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. അങ്ങനെ അധികം വൈകാതെ അദ്ദേഹം ആ നോയ്സി ക്രൗഡിൽ, എന്താ നോയ്സി ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായിരിക്കും, ഇല്ല ആകെ ഒച്ചപ്പാടും ബഹളമായിരിക്കും അല്ലെ. അങ്ങനെ ഈ നോയ്സി ക്രൗഡിലൂടെ അവിടെ ആളുകളൊക്കെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിനെത്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, അകപ്പെട്ട് പോകുന്നു. സൂൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. ഡെസേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംറ്റിയഡ് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സ്ക്വയർ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, എംറ്റിയഡ് ആവുന്നു. അറ്റ് ദ ടവേൺ ഇല്ലേ. ഇനി ടവേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്രം, അതുപോലെ തന്നെ മദ്യശാല അല്ലെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കിട്ടും അല്ലെ. അറ്റ് ദ ടവേൺ, ഇനി അടുത്തത് ടവേണിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. അറ്റ് ദ ടവേൺ ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. ഇനി നമുക്ക് ഒരു ടവേണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലെല്ലാവരും ആ ഹാളിൽ ഇരുന്ന് കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻ അപ്പറ്റൈസിങ്. എന്താണ് ഈ അപ്പറ്റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ കൊതിപ്പിക്കുന്ന അല്ലെ, ഓർഡർ അല്ലെ, എന്താണ് വാസന. എന്തിന്റെ ഓർഡറാണ്? ഓഫ് റോസ്റ്റ് മീറ്റ് അല്ലെ, റോസ്റ്റ് ചെയ്തിട്ടുള്ള ചുട്ടെടുത്തിട്ടുള്ള മാംസത്തിന്റെ അല്ലെ വാസന. റോസ് ഫ്രം ദ ഹെർത്ത്, എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞത്, ഹെർത്ത് അടുപ്പിൽ നിന്ന് അല്ലെ. വിച്ച് മെയ്ഡ് എവരിബഡീസ് മൗത്ത് വാട്ടർ. അതായത് നമ്മുടെ ടവേനിലുള്ള അവസ്ഥ എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിന്റെ അടുപ്പിന്റെ അകത്ത് നിന്ന് എന്ത് ചെയ്ത ചുട്ടെടുക്കുന്ന ഈ മാംസത്തിന്റെ വാസന ഇങ്ങനെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആകെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരുടെയും വായിലും എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്തെങ്കിലും വെള്ളം വരുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദ ഡിഷസ് വേർ പാസ്ഡ് ആൻഡ് എംപ്റ്റിയഡ് അല്ലെ. ആളുകൾ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഈ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഡിഷസും മറ്റൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. ആൻഡ് എംപ്റ്റിയഡ്, അത് കഴിയുന്നു. ആസ് വേർ ദ ജഗ്സ് ഓഫ് സൈഡർ. സൈഡറും അതുപോലെ തന്നെയാണ്, ഒരു ആപ്പിളിന്റെ ഒരു വീഞ്ഞ് പോലെ, മദ്യം പോലെയുള്ള സാധനം അല്ലെ. അതും ഈ ഇറച്ചിയാണ് എല്ലാവരും അടിച്ചു കയറ്റുന്നത്. ദ പെസൻസ് ഡിസ്കസ്ഡ് ദ ക്രോപ്സ്. അവിടെ വെച്ചിട്ട് ഈ കർഷകർ അവരുടെ ക്രോപ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. വിളകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ദെയർ പർച്ചേസസ്, അവർ മേടിച്ചിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് സെയിൽസ്, അവരുടെ കച്ചവടത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ദ ഗ്രീൻ അല്ലെ. അവർ പറയുകയാണ് എന്താണ് കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് പച്ചക്കറികൾക്ക് ഫേവറബിൾ ആണ്, അനുയോജ്യമാണ് അല്ലെ. ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. എന്തിനല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്, ഗോതമ്പിന് അല്ലെങ്കിൽ ധാന്യങ്ങൾക്കൊന്നും എന്തില്ല, പിന്നെ അത് അനുയോജ്യമല്ല എന്നൊക്കെ എന്ത് ചെയ്യാണ്, പറയാണ്. സഡൻലി ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട്യാർഡ് ഔട്ട്സൈഡ് ദ ടവേൺ. അങ്ങനെ ഇപ്പൊ എല്ലാവരും നമ്മുടെ ഹച്ച്കോം അടക്കമുള്ള ആളുകൾ എല്ലാവരും എവിടെയെന്നാ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ടവേണിലാണ്. പെട്ടെന്ന് ഈ ടവേണിന്റെ പുറത്തു നിന്ന് എന്ത് വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു ഡ്രം ബീറ്റ് എന്ത് ചെയ്യുന്നു, കേൾക്കുന്നുണ്ട് അല്ലെ. അത് ചെണ്ട കൊട്ടി അടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എവരിബഡി റോസ്, എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. എക്സെപ്റ്റ് ഫ്യൂ, കുറച്ച് പേരൊഴിച്ച് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് റാൻ ടു ദ ഡോർ ഓർ ടു ദ വിൻഡോസ്. എന്താണ് ആ സംഭവം എന്ന് അറിയാനായിട്ട് പലരും ഡോറിന്റെ അടുത്തോട്ടും വിൻഡോന്റെ അടുത്തോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയി നോക്കുന്നു. ദെയർ മൗത്ത് സ്റ്റിൽ ഫുൾ. അവരുടെ വാപ്പളും എന്താന്നാ പറഞ്ഞത്, ഫുള്ളാണ്. ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാഡ് സീസഡ് ഹിസ് ഡ്രം ബീറ്റിംഗ്. ഇത് ഡ്രം ബീറ്റ് ചെയ്യുന്ന ആരാന്നാ പറഞ്ഞത്, ഈ പബ്ലിക് ക്രയർ ആണ്. ഈ പബ്ലിക് ക്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ രാജാവിന്റെയോ അല്ലെങ്കിൽ മേയറിന്റെയൊക്കെ വിളംബരം എന്ത് ചെയ്യുന്ന പറഞ്ഞ ചെണ്ട കൊട്ടിക്കാണ്ട് അല്ലെ, ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, പിന്നെ വിളംബരം ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ഈ പബ്ലിക് ക്രയർ അല്ലെ. ഹാഡ് സീസഡ് ഹിസ് ഡ്രം ബീറ്റിംഗ്. അദ്ദേഹത്തിന്റെ ഡ്രം ബീറ്റിംഗ് ഇങ്ങനെ കുറച്ചു.
എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ജേർക്കി വോയിസിൽ അല്ലെ, അതായത് ഇവര് സ്ലോ വോയിസിലാണ് എന്ത് ചെയ്യുക പറയുക, അല്ല ഒരു ഇടറിയ വോയിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജേർക്കി വോയിസിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് പറയാണ്, ദിസ് ഈസ് ഹിയർ ബൈ മേഡ് നോൺ ടു ദ ഇൻഹാബിറ്റൻസ് ഓഫ് ഗോഡർവില്ലെ അല്ലെ, അതായത് ഗോഡർവില്ലയിലെ താമസക്കാരെ അറിയാൻ വേണ്ടി, ആൻഡ് ടു ആൾ പേഴ്സൺസ് പ്രസന്റ് അറ്റ് ദ മാർക്കറ്റിലുള്ള എല്ലാ ആളുകളും അറിയാൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് പറഞ്ഞ ഈ അനൗൺസ്മെന്റ്. ദർ വാസ് ലോസ്റ്റ് ദിസ് മോർണിംഗ് ഓൺ ദ റോഡ് അല്ലെ, ഇന്നേ ദിവസം റോട്ടിൽ ഒരു സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിറ്റ്വീൻ 9 and 10 o'clock, 10ന്റെയും അതുപോലെ തന്നെ 9ന്റെയും ഇടയിലാണ്. എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്, ഒരു കറുത്ത ലെതർ പോക്കറ്റ് ബുക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെ. പോക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് എന്ത് ചെയ്യാം പറയാം, ചെറിയ പേഴ്സ് പോലെയുള്ള സാധനം അല്ലെ. കണ്ടെയ്നിങ് 500 francs, അതിൽ എത്ര ഫ്രാങ്ക്സ് ഉണ്ട്, 500 ഫ്രാങ്ക്സ് ഉണ്ട്, അതായത് കറൻസിയാണ് കേട്ടോ. ആൻഡ് സം ബിസിനസ് പേപ്പർ, ആ പേഴ്സിൽ എന്തുണ്ട്, ആ വാലറ്റിൽ എന്തുണ്ട് പറഞ്ഞിട്ടുള്ളത്, 500 പിന്നെ ഫ്രാങ്ക്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബിസിനസ് പേപ്പേഴ്സും ഉണ്ട്. ദ ഫൈൻഡർ ഈസ് റിക്വസ്റ്റഡ് ടു റിട്ടേൺ ദ സെയിം വിത്ത് ആൾ ഹാസ്റ്റ് എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ, അതായത് കണ്ടു കിട്ടുന്ന ആൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്, അത് തിരിച്ചു തരണം. ആർക്ക് തിരിച്ചു കൊടുക്കണം, ആർക്ക്, ടു ദ മേയേഴ്സ് ഓഫീസ് അല്ലെ. കണ്ടു കിട്ടുന്ന ആൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, മേയറിന്റെ ഓഫീസിൽ അത് തിരിച്ചേൽപ്പിക്കണം എന്ത് ചെയ്യാണ് പറയാണ്. ദർ വിൽ ബി 20 francs റിവാർഡ്, ഇതിൽ അങ്ങനെ തിരിച്ച് ഏൽപ്പിക്കുന്ന ആൾക്ക് എത്ര രൂപ റിവാർഡായിട്ട് ലഭിക്കുന്ന പറഞ്ഞിട്ടുള്ളത്, 20 francs റിവാർഡായിട്ട് ലഭിക്കുമെന്ന് പറയാണ്. അങ്ങനെ ദ മാൻ വെന്റ് അവേ, അങ്ങനെ ആ പബ്ലിക് റയർ എന്ത് ചെയ്യുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്നു പോകുന്നു. ആൻഡ് ദ പെസൻസ് ബിഗാൻ ടു ടോക്ക് ഓഫ് ദിസ് ഇവന്റ്, അങ്ങനെ ഒരു സംഭവം കിട്ടിയതല്ലേ, ഒരു പേഴ്സ് നഷ്ടപ്പെട്ടതല്ലേ, അപ്പൊ ഇതിനെ കുറിച്ചായിരുന്നു പിന്നീട് കർഷകർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ദേ ഡിസ്കസ്ഡ് ദ ചാൻസസ് ഓഫ് ഫൈൻഡിങ്, അത് കണ്ടുകിട്ടുന്നതിന്റെ ചാൻസസിനെ കുറിച്ച്, ഓർ നോട്ട് ഫൈൻഡിങ് ദ പോക്കറ്റ് ബുക്ക്, കണ്ടുകിട്ടാത്തത് ചാൻസസിനെ കുറിച്ച് എന്ത് ചെയ്യണം അവരിങ്ങനെ പറയാണ്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതിപ്പോ ഇനി കിട്ടുമൊന്നുമില്ല, ആരെങ്കിലും എടുത്ത് പോയിട്ടുണ്ടാവും അല്ലെ. പിന്നെന്ത് ചെയ്യാണ് അത് പറയുമല്ലോ. ദേ വർ ഫിനിഷിംഗ് ദെയർ കോഫി വെൻ ചീഫ് ഓഫ് ദ ജനറാംസ് അപ്പിയർഡ്. ഇത് നമ്മുടെ ജനറാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ചിലൊരു പോലീസ് ഓഫീസറാണ് അല്ലെ. അതായത് പിന്നെ ദേ വർ ഫിനിഷിംഗ് ദെയർ കോഫി, അവരവരുടെ കോഫി ഫിനിഷ് ചെയ്യുമ്പോൾ, അതായത് അവരവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ആ ഭക്ഷണം ഫിനിഷ് ചെയ്തതിന് മുന്നോടിയായിട്ട് വെൻ എ ചീഫ് ഓഫ് ദ ജനറാംസ് അപ്പിയേർഡ് അല്ലെ, അതായത് നമ്മളെ ഫ്രഞ്ച് പോലീസിന്റെ ഒരു ചീഫ് അവിടെ എന്ത് ചെയ്യുന്നു, പ്രത്യക്ഷപ്പെടുന്നു അല്ലെ. നമുക്കൊരു ചിത്രം കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഹി എൻക്വയർഡ്, അദ്ദേഹം എന്ത് ചെയ്യണം, അന്വേഷിക്കുകയാണ്. ഈസ് മിസ്റ്റർ ഹച്ച്കോം ഹിയർ, ഹച്ച്കോം ഇവിടെ ഉണ്ടോ. ഹച്ച്കോം സീറ്റഡ് ഓൺ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ടേബിൾ റിപ്ലൈഡ് ഹിയർ ഐ ആം അല്ലെ, ഇവിടെ ഞാൻ ഉണ്ട് എന്ത് ചെയ്യാണ് പറയാണ്. ആൻഡ് ദ ഓഫീസർ റെസ്യൂംഡ്, ആ ഓഫീസർ തുടർന്നു. മിസ്റ്റർ ഹച്ച്കോം വിൽ യു പ്ലീസ് അക്കമ്പനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്, അക്കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുവരുമോ അല്ലെ, എന്റെ ഒപ്പം മേയറിന്റെ ഓഫീസിലോട്ട് ഒന്ന് വരുമോ. ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു, മേയറിന് നിങ്ങളോട് സംസാരിക്കാണ്ട്. ദ പെസൻ, നമ്മുടെ കർഷകന് സർപ്രൈസ്ഡ്, ആകെ സർപ്രൈസ്ഡ് ആയി. ആൻഡ് ഡിസ്റ്റർബ്ഡ്, അദ്ദേഹം ഒരു ആശയക്കുഴപ്പത്തിലുമായി. അദ്ദേഹം സെറ്റ് ഔട്ട്, യാത്ര പുറപ്പെട്ടു. റിപ്പീറ്റിംഗ്, എന്ത് പറഞ്ഞിട്ട്, ഹിയർ ഐ ആം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവരുടെ കൂടെ എന്ത് ചെയ്യാണ് പോവുകയാണ്. അതായത് ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് വിളിച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം, നമ്മുടെ മേയർ നമ്മളെ ഹച്ച്കോമിനെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സീറ്റഡ് ഓൺ എ ആം ചെയർ, അദ്ദേഹം ഒരു ആം ചെയറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഹി വാസ് എ സ്റ്റൗട്ട്, അദ്ദേഹം എങ്ങനെയാണെന്നല്ല തടിച്ചിട്ടുള്ള ഒരു സ്റ്റൗട്ട് എന്നാൽ തടി അല്ലെ, സീരിയസ് മാൻ, വളരെ സീരിയസ് ആയിട്ടുള്ള മാനാണ്. ഹൂസ് സ്പോക്ക് ഇൻ പോംപസ് ഫ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണെന്നാ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ആഡംബരത്തിന്റെ അല്ലെങ്കിൽ എന്താണ്, ഞാനൊരു വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ ഒരു പൊങ്ങച്ചത്തോട് കൂടിയിട്ട് ഞാൻ അല്ലെ, മേയറാണ്, കളി തമാശയും പറഞ്ഞു നിൽക്കില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, സംസാരിക്കുകയാണ്. ഓക്കെ, മിസ്റ്റർ ഹച്ച്കോം സെഡ് ഹി, അദ്ദേഹം പറഞ്ഞു, യു വർ സീൻ ദിസ് മോർണിംഗ് ടു പിക്ക് അപ്പ് ഓൺ ദ റോഡ് ദ ലോസ്റ്റ് പോക്കറ്റ് ബുക്ക്. അല്ല ഹച്ച്കോം, നമ്മൾ കാണാതെ പോയിട്ടുള്ള പോക്കറ്റ് ബുക്ക് നിങ്ങൾ ഇന്ന് ദിവസം രാവിലെ റോട്ടിൽ നിന്ന് എടുക്കുന്നത് അല്ലെ, എടുക്കുന്നത് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, കണ്ടിട്ടുണ്ട് എന്നെന്ത് ചെയ്യാണ് പറയാണ്. ദ കൺട്രിമാൻ വാസ് അസ്റ്റൗണ്ടഡ്, നമ്മുടെ കൺട്രിമാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആകെ അസ്റ്റൗണ്ടഡ്, ഞെട്ടിപ്പോയി. ഹി ലുക്ക്ഡ് അറ്റ് ദ മേയർ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ മേയറിനെ നോക്കുന്നു. ഹി വാസ് ടെറിഫൈഡ് ബൈ ദിസ് സസ്പീഷ്യൻ റെസ്റ്റിംഗ് ഓൺ ഹിം. എന്താണ് ഈ സസ്പീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം എന്ന് പറയില്ല അല്ലെ, അതായത് അദ്ദേഹം ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, നെട്ടിപ്പോയി. അതായത് തന്റെ മേലിൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞ മേയർ ആരോപിച്ചിട്ടുള്ള ഈ സംശയം അത് ഇതാക്കിയപ്പോ അദ്ദേഹം ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പറ്റാണ് ഇരുന്നു എന്ന് പറയാം. മീ ഞാനോ, ഏയ് പിക്കപ്പ് ദ പോക്കറ്റ് ബുക്ക്, ഞാൻ പോക്കറ്റ് ബുക്ക് എടുത്തു നിന്നോ. യെസ് യു യുവർ സെൽഫ്, അതെ നിങ്ങൾ തന്നെ. വേർഡ് ഓഫ് ഓണർ അല്ലെ, സത്യം പറയട്ടെ പ്രഭോ അല്ലെ, അങ്ങനെ ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ് അല്ലെ, ഞാൻ അതിനെ കുറിച്ച് കേട്ടിട്ടല്ലോ എന്ത് ചെയ്യാണ് പറയാണ്. ബട്ട് യു വർ സീൻ, പക്ഷേ താങ്കളെ കണ്ടിട്ടുണ്ടല്ലോ. ഐ വാസ് സീൻ, മീ ഹൂ സേസ് ഹി സോ മീ, ആരാ പറഞ്ഞത് എന്നെ കണ്ടു എന്ന്.
മിസ്റ്റർ മെലാൻഡിൻ ദ ഹാർനസ് മേക്കർ. നമ്മുടെ ഈ ഹാർനസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുതിരകളുടെ ശരീരത്തിന്മേലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ യുദ്ധക്കോപ്പോ അല്ലെങ്കിൽ കുതിരക്കോപ്പൊക്കെ പിന്നെ എന്ത് ചെയ്യല്ലോ ഇതാക്കുമല്ലോ, അതായത് ഒരു പടച്ചട്ട പോലെയുള്ള അതേമാതിരി ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ മിസ്റ്റർ മെലാൻഡിൻ ദ ഹാർനസ് മേക്കർ ആണ് എന്ത് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്. അപ്പോഴാണ് നമ്മുടെ ഓൾഡ് മാൻ അല്ലെ, നമ്മുടെ ഹച്ച്കോം എന്ത് ചെയ്ത് ഓർത്തത്, അണ്ടർസ്റ്റുഡ് മനസ്സിലാക്കി, ആൻഡ് ഫ്ലഷർ വിത്ത് ആങ്കർ അല്ലെ. ഫ്ലഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന് തൊടുത്തു അല്ലെ, ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്തു. ആ ഹി സോ മീ, അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പിക്ക് അപ്പ് ദിസ് സ്ട്രിങ് ഹിയർ അല്ലെ, ഈ സ്ട്രിങ് ഈ ചരട് എന്ത് ചെയ്യാന്ന് നമ്മൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നോ. യുവർ ഓണർ അല്ലെ, പ്രഭു അങ്ങുന്നേ അല്ലെ എന്ന് പറഞ്ഞിട്ട് ആൻഡ് റുമേജ് അല്ലെ, റുമേജിങ് ഇൻ ഹിസ് പോക്കറ്റ് അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പണ്ടുള്ളത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അലക്ഷ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പി. ഹി ഡ്രീവ് ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. അങ്ങനെ ഒരു ചെറിയൊരു ചരടിന്റെ അല്ലെ, ഒരു കുഞ്ഞു ചരടിന്റെ കഷ്ണം എന്ത് ചെയ്ത് പുറത്തെടുത്തു. ബട്ട് ദ മേയർ ഇൻക്രെഡിലസ് അല്ലെ, ഇൻക്രെഡിലസ് മീൻസ് അൺഎബിൾ ടു ബിലീവ് അല്ലെ, വിശ്വാസം വന്നില്ല. ഷുക്കിസഡ്, അദ്ദേഹം വിശ്വാസം വരാത്ത രീതിയിൽ തല എന്ത് ചെയ്തിട്ടുണ്ട്, ആട്ടി. യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ് അല്ലെ, നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കണ്ട മിസ്റ്റർ ഹച്ച്കോം, ദാറ്റ് മിസ്റ്റർ മലാൻഡെ, നമ്മുടെ മലാൻഡേന്, ഹു ഇസ് എ മാൻ ഓഫ് വേർത്തി ഓഫ് ക്രെഡൻസ് അല്ലെ. അതായിരുന്നു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ക്രെഡൻസ്, ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം വരുന്നത്. അദ്ദേഹം നല്ല വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് അല്ലെ, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. മിസ്റ്റുക്ക് ദിസ് കോഡ് ഫോർ എ പോക്കറ്റ് ബുക്ക് അല്ലെ, അതായത് നിങ്ങൾ ഈ കോഡ് എടുത്തു എന്ന് കരുതിയിട്ട് അദ്ദേഹം അത് പോക്കറ്റ് ബുക്ക് എന്ന് പറയാൻ മാത്രമുള്ള പൊട്ടനൊന്നും അല്ല ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഒബ്ജക്ട്, നിങ്ങൾ ആ സാധനം ഒബ്ജക്റ്റ് എടുത്തതിന് ശേഷം യു സ്റ്റുഡ് ദെയർ, നിങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. ലുക്കിംഗ് എ ലോങ് വൈൽ ഇൻ ദ മഡ് ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫാളൻ ഔട്ട്. അതായത് നിങ്ങൾ ആ മണ്ണിലോട്ട് ഇങ്ങനെ ചളിയിലോട്ട് മറ്റൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ് നിങ്ങൾ നോക്കുകയായിരുന്നു, എന്തെങ്കിലും ആ പേഴ്സിന്റെ അകത്ത് നിന്ന് എന്തെങ്കിലും ചില്ലറകളോ മറ്റോ പൈസകളോ നിലത്ത് ചാടിയിട്ടുണ്ടോ എന്ന് നോക്കുകയായിരുന്നു എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. ദ ഗുഡ് ഓൾഡ് മാൻ ചോക്കഡ് വിത്ത് ഇൻഡിഗ്നേഷൻ. ചോക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുക, സ്തംഭിക്കുക. വിത്ത് ഇൻഡിഗ്നേഷൻ, ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം കൊണ്ടും അതുപോലെ തന്നെ പേടി കൊണ്ടും അദ്ദേഹം ആകെ ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം അദ്ദേഹം എടുത്തത് എന്താ കുട്ടികളെ, അദ്ദേഹം എടുത്തൊരു ചെറിയൊരു ചരടിന്റെ കഷ്ണമാണ്. ആ ചരടിന്റെ കഷ്ണം എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്, ഇവിടെ പോക്കറ്റ് ബുക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് അല്ലെ. ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ ആൻ ഹോണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ അല്ലെ. എങ്ങനെയാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറയാ, ഇങ്ങനെ പറയാൻ പറ്റുക, അതായത് സത്യസന്ധനായിട്ടുള്ള ഒരാളുടെ റെപ്യൂട്ടേഷൻ അല്ലെ, നിലയും വിലയൊക്കെ കളയുന്ന തരത്തിലുള്ള ഇന്നോണ ആർക്കത് പറയാൻ പറ്റുക. കാരണം ഇദ്ദേഹം അത് എടുത്തിട്ടുണ്ടോ, ഇല്ല. ദർ വാസ് നോ യൂസ് ഇൻ ഹിസ് പ്രൊട്ടസ്റ്റിംഗ് അല്ലെ, അദ്ദേഹം പ്രതിരോധിച്ചിട്ടോ എതിർത്തിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. നോ ബഡി ബിലീവ്ഡ് ഹിം, ആരും അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹി വാസ് കൺഫ്രോണ്ടഡ് വിത്ത് മെലാൻഡൻ. കൺഫ്രോണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്, ഫേസ് ടു ഫേസ്. അങ്ങനെ മെലാൻഡേനും അവിടെ എന്ത് ചെയ്യാണ്, വിളിച്ചു വരുത്തുകയാണ്. ഹു റിപ്പീറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഹിസ് അഫർമേഷൻ. പക്ഷേ നമ്മുടെ മെലാൻഡേന് എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഉറച്ച് എന്ത് ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ കണ്ടു അല്ലെ, ഇദ്ദേഹം അത് എടുക്കുന്നത് കണ്ടു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ് അല്ലെ, മലാൻഡേന്റെ റിക്വസ്റ്റ് പ്രകാരം ഹച്ച്കോം വാസ് സെർച്ച്ഡ് അല്ലെ, ഹച്ച്കോമിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്ത് നോക്കി. നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം, പക്ഷെ ഒന്നും അയാളിൽ കണ്ടില്ല. ഫൈനലി ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ്, അവസാനം നമ്മുടെ മേയർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഡിസ്ചാർജഡ് ഹിം, അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊയ്ക്കോന്ന് എന്ത് ചെയ്യാണ് പറയാണ്. As he left the mayor's office, the old man was surrounded and questioned by the villagers. അങ്ങനെ ഇദ്ദേഹം മേയറിന്റെ ഓഫീസിൽ നിന്ന് പുറത്തോട്ടാണ് വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചുറ്റും കൂടിയിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്തിനാണ് അച്ഛക്കോമ അതിന്റെ അകത്തോട്ട് പോയിന്, എന്താണ് സംഭവം എന്നൊക്കെ എന്ത് ചെയ്യാണ് ചോദിക്കാണ്. ഹി ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ദ സ്ട്രിങ്. അദ്ദേഹം എന്തിന്റെ കഥ പറയാൻ തുടങ്ങി എന്നാ പറഞ്ഞത്, ഈ സ്ട്രിങ്ങിന്റെ കഥ പറയാൻ തുടങ്ങി. നോ വൺ ബിലീവ്ഡ് ഹിം, പക്ഷെ ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ദേ ലോഫ്ഡ് അറ്റ് ഹിം, എല്ലാവരും അദ്ദേഹത്തെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹി വെന്റ് അലോങ് അല്ലെ, അദ്ദേഹം നടന്നു നീങ്ങി അല്ലെ. സ്റ്റോപ്പിംഗ് ഹിസ് ഫ്രണ്ട്സ് അല്ലെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് നിക്ക് എന്ന് പറഞ്ഞു അല്ലെ. ഷോവിങ് ഹിസ് പോക്കറ്റ്സ് ടേൺഡ് ഇൻസൈഡ് ഔട്ട് ടു പ്രൂവ് ദാറ്റ് ഹി ഹാഡ് നത്തിങ്. അദ്ദേഹം പിന്നെ എന്താ കാണിച്ചത്, അദ്ദേഹത്തിന്റെ പോക്കറ്റ് പുറത്തു എടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് ഒന്നുമില്ല. ദേ സെഡ്, അവരെല്ലാരും പറഞ്ഞു, എടാ ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്, എടാ കള്ളത്തമ്മാടി അല്ലെ, എടാ ഓൾഡ് റാസ്കലെ ഗെറ്റ് ഔട്ട്, ഒന്നും പോടോ, നീ എന്നെ എടുത്ത എന്ന രീതിയിലായിട്ട് മാറി. ദ നെക്സ്റ്റ് ഡേ അബൌട്ട് 1 o'clock ഇൻ ദ ആഫ്റ്റർനൂൺ, പിറ്റേ ദിവസം ഏകദേശം ആഫ്റ്റർനൂണിൽ 1 മണിയായിട്ടുണ്ട് അല്ലെ. ആൻ എംപ്ലോയി ഇൻ എ ഷോപ്പ് റിട്ടേൺ ദ പോക്കറ്റ് ബുക്ക്. ഒരു പിന്നെന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു കടയിലെ എംപ്ലോയി ആ പോക്കറ്റ് ബുക്ക് എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, തിരിച്ചു കൊടുക്കുന്നു അല്ലെ. ദ മാൻ ക്ലൈമഡ്, അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്, ടു ഹാവ് ഫൗണ്ട് ദ ഒബ്ജക്ട് ഇൻ ദ റോഡ്.
നോട്ട് നോയിങ് ഹൗ ടു റീഡ് ഹി ഹാഡ് ഗിവൻ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. ആ മനുഷ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, തിരിച്ചു കൊടുത്തുള്ള മനുഷ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് ആ ഒബ്ജക്റ്റ് എവിടെ നിന്നാണ് കിട്ടിയത്, റോഡിൽ നിന്നാണ് കിട്ടിയത്. അതായത് നമ്മളെ മിസ്സായിട്ടുള്ള വാലറ്റ് റോഡിൽ നിന്നാണ് കിട്ടിയത്. നോട്ട് നോയിങ് ഹൗ ടു റീഡ് അല്ല, അദ്ദേഹത്തിന് അറിയില്ല, എന്താ വായിക്കാനൊന്നും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന് അറിയില്ല. ഹി ഹാഡ് ഗിവൻ ടു ഹിസ് എംപ്ലോയർ അല്ലെ, അദ്ദേഹം ഈ പോക്കറ്റ് ബുക്ക് അദ്ദേഹത്തിന്റെ ആർക്ക് കൊടുക്കുകയായിരുന്നു, എംപ്ലോയർക്ക് കൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡ്, ഈ ചുറ്റുവട്ടത്ത് എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ന്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹച്ച്കോം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ് അല്ലെ, ഹച്ച്കോമും ഈ ന്യൂസ് അറിഞ്ഞു. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞില്ല, റീകൗണ്ട് ചെയ്യാൻ, റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി തന്റെ കഥ അതിന്റെ ഹാപ്പി ക്ലൈമാക്സിൽ. എങ്ങനെയായിരിക്കും പറയുക അല്ലെ, 2 ദിവസം മുമ്പ് എന്നെ മേയർ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് ബുക്ക് കാണാനില്ല, നീയാണ് എടുത്തതെന്ന് പറഞ്ഞു. മെലാൻഡീനും പറഞ്ഞു ഞാനാണ് അല്ലെ എടുത്തിട്ടുള്ളത്, എന്ത് ചെയ്തിട്ടുണ്ട്, മെലാൻഡീനും എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഈ ചരട് എടുത്തതെന്ന്, ചരട് കാണിച്ചു കൊടുത്തു, ആർക്കും അത് വിശ്വാസം വന്നിട്ടില്ല, എന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ വേറൊരാള് അത് എന്ത് ചെയ്തിട്ടുണ്ട്, മേയർക്ക് കൊടുത്തത്, ഞാൻ കള്ളനല്ലല്ലോ, ഞാൻ കള്ളനല്ലല്ലോ. ഈ ഈ ഒരു ഹാപ്പി ക്ലൈമാക്സോട് കൂടിയിട്ട് അദ്ദേഹം വീണ്ടും വീണ്ടും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്ത് നടക്കാനായിട്ട് തുടങ്ങി. ഹി വാസ് ഇൻ ട്രയംഫ് അല്ല, അദ്ദേഹത്തിന് ഒരു വൻ വിജയം കിട്ടിയ പോലെയായിരുന്നു. കാരണം തന്റെ സത്യസന്ധത എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്നൊരു ഇതായിരുന്നു അല്ലെ. മക്കളെ, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനമാണ്. നമ്മുടെ അഭിമാനം വിട്ടിട്ട് ഒരു കളി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഹി ടോക്കഡ് ഓഫ് ഹിസ് അഡ്വഞ്ചർ ആൾ ഡേ ലോങ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സാഹസികതയെ കുറിച്ച് അന്നത്തെ ദിവസം മൊത്തം അദ്ദേഹം പറഞ്ഞു കിടക്കുകയായിരുന്നു. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേ ടു പീപ്പിൾ ഹു വെർ പാസിംഗ് ബൈ. അദ്ദേഹം ഹൈവേയിൽ പോയി നിന്നു അല്ലെ, ഹൈവേയിലൂടെ പോകുന്ന ആളുകളോടൊക്കെ ഈ കഥകൾ എന്ത് ചെയ്യാണ്, പറയാണ്. ഇൻ ദ വൈൻ ഷോപ്പ് ടു പീപ്പിൾ ഹു വെർ ഡ്രിങ്കിങ് ദർ. അതായത് വൈൻ ഷോപ്പിൽ പോയിട്ട് അവിടെ കള്ള് കുടിക്കുന്ന അല്ലെ, അവിടെ കുടിക്കുന്ന ആളുകളോട് പോയി കണ്ട് എന്ത് ചെയ്യുക, ഈ കാര്യം പറയുകയാണ് അല്ലെ. ടു പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ച് ദ ഫോളോവിങ് സൺഡേ. പിറ്റേ സൺഡേയിൽ അല്ലെ, സൺഡേസിൽ എന്ത് ചെയ്യുന്ന പല ആളുകൾ പള്ളിയിൽ നിന്ന്, പള്ളി പിരിഞ്ഞു വരില്ല, അവരോടും പള്ളീന്റെ സൈഡിൽ നിന്നാണ്ട് എല്ലാവരോടും പറയാണ്. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ് അല്ലെ. അതായത് അപരിചിതർ ആരെയും കാണുകയാണെങ്കിൽ, അവരുടെ ഗ്രാമത്തിലോട്ട് ആരെങ്കിലും ഒക്കെ പുതുതായിട്ട് വരികയാണെങ്കിൽ അല്ലെ, അവരെയും പിടിച്ചു നിർത്തിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരോടും ഇതെന്ത് ചെയ്യാണ്, പറയാണ്. ഹി വാസ് കാം നൗ. അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ വളരെയധികം ശാന്തമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. പക്ഷേ എന്നാലും എന്തോ ഒന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹാഡ് ദ എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസണഡ് അല്ലെ. അതായത് ഈ ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോഴും ആളുകൾക്ക് ഒരു ചെറിയൊരു ചിരിയാണ്, കളിയാക്കിയിട്ടുള്ള ചിരിയാണ് ചിരിക്കാനുള്ളത് അല്ലെ. പക്ഷെ ആളുകൾ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവരിത് എന്ത് ചെയ്യുന്നില്ല, കൺവിൻസ് ആയിട്ടില്ല, അവരിത് വിശ്വസിക്കുന്നില്ല അല്ലെ. ഹി സീമഡ് ടു ഫീൽ ദാറ്റ് റിമാർക്സ് വേർ ബീങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അപ്പോഴാണ് നമ്മുടെ ഹച്ച്കോമിന് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ റിമാർക്സ് ഉണ്ടല്ലോ, ഈ പേഴ്സ് എടുത്തിട്ടുണ്ട്, ഈ വാലറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, അത് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് എന്തായിട്ടുള്ളത് മനസ്സിലായത്. അങ്ങനെ അടുത്ത ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ചയുമാണ് ചന്ത ഉണ്ടാവും അല്ലെ. ഹി വെന്റ് ടു ദ മാർക്കറ്റ് അറ്റ് ഗോഡർവില്ലെ. അദ്ദേഹം ഗോഡർവില്ലയിലെ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ടു ഡിസ്കസ് ദ കേസ്. എന്ത് ഡിസ്കസ് ചെയ്യാനാണ് പോയിട്ടുണ്ടായിരുന്നത്, ഈ കേസ് ഡിസ്കസ് ചെയ്യാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മെലാൻഡൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ. മെലാൻഡൈൻ എവിടെ നിൽക്കായിരുന്നു പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കടയുടെ അല്ലെ, അദ്ദേഹം ഒരു ഹാർനസ് മേക്കർ ആണ് നമ്മൾ പറഞ്ഞു, അവിടെ പിന്നെന്ത് ചെയ്യുന്നു അപ്പം നിൽക്കുകയായിരുന്നു. ബിഗാൻ ടു ലോഫ് ഓൺ സീയിങ് ഹിം പാസ്. ഇയാൾ അതിലൂടെ പാസ് ചെയ്യണ കണ്ടപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി, കളിയാക്കിയിട്ട് അല്ലെ. വെൻ ഹി വാസ് സീറ്റഡ് അറ്റ് ദ ടേബിൾ ഇൻ ദ ടവേൺ. അതായത് ആ ടവേണിലെ അല്ലെ, ആ മദ്യശാലയിൽ, ആ സത്രത്തിലെ ആ ടേബിളിൽ എന്ത് ചെയ്ത, ടേബിളിന്റെ അടുത്ത് ആ സീറ്റിൽ ഇരുന്ന്, അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇതില് ഇദ്ദേഹമാണ് നമ്മുടെ ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹച്ച്കോം. ബാക്കിയുള്ളവരൊക്കെ എന്ത് കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തെ ചിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥ കണ്ടില്ലേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടേബിളിന്റെ അടുത്ത് കസാരയിൽ ഇരുന്നിട്ട് ഹി ബിഗാൻ ടു എക്സ്പ്ലെയിൻ ദ അഫെയർ അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആ അഫെയറിനെ കുറിച്ച്, ആ സംഭവത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങി. എ ഹോസ് ഡീലർ കാൾഡ് ഔട്ട് ടു ഹിം. അങ്ങനെ ഒരു ഹോസ് ഡീലർ അദ്ദേഹത്തെ വിളിച്ചു. കം 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 ഓൾഡ് ഫെലോ, ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്. അത് നിങ്ങളൊരു പഴയ അടവാ. ഐ നോ ആൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. എനിക്കറിയാം നിങ്ങളുടെ ഈ ചരടിന്റെയും കയറിന്റെ ഒക്കെ കഷ്ണത്തിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, അറിയാം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ തന്നെ ഇത് കളിയാക്കിയിട്ടാണെന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ഹച്ച്കോം സ്റ്റാമേഡ്. ഹച്ച്കോം ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, തപ്പി തടഞ്ഞു, വിക്കിപ്പോയി. ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫോൺ. പക്ഷേ ആ പോക്കറ്റ് ബുക്ക് കണ്ടെത്തിയത് മുതൽക്ക് ഇത് കണ്ടിട്ടുണ്ടല്ലോ, തിരിച്ചു കൊടുത്തല്ലോ എന്ന രീതിയിൽ സംസാരിക്കുക. ദ അതർ മാൻ റിപ്ലൈഡ്. വേറൊരാൾ പറഞ്ഞു, ഷട്ടപ്പ്, മിണ്ടാതിരുന്നോ കിളവ.
there is one that finds and there is one that reports. ഒരാൾ കണ്ടെത്തുന്നു, ഒരാളത് റിപ്പോർട്ട് ചെയ്യുന്നു. അറ്റ് എനി റേറ്റ് യു ആർ മിക്സഡ് അപ്പ് വിത്ത് ഇറ്റ്. അതായത് എന്തായാലും വേണ്ടില്ല, നിങ്ങൾക്ക് അതിലെന്തുണ്ട്, പങ്കുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതിന് ശേഷമാണല്ലോ നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, പോക്കറ്റ് ബുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെയുള്ള ആളുകളെ വിചാരം എന്താണ്, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കളിച്ചൊരു കളിയാണ്, ഇദ്ദേഹമാണ് എടുത്തെന്ന് അറിഞ്ഞപ്പോ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു പിന്നെ ഒരു ട്രാക്കാണ് എന്ത് ചെയ്താണ് ഇദ്ദേഹം മാറ്റിയതാണ് എന്ന രീതിയിലാണ് ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നത്. ദ പെസന്റ് സ്റ്റുഡ് ചോക്കിംഗ്. നമ്മളെ പെസന്റിന് ആകെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഹി അണ്ടർസ്റ്റുഡ്. അദ്ദേഹത്തിന് മനസ്സിലായി. ദേ അക്യൂസ്ഡ് ഹിം. അല്ലെ, അവർ കുറ്റം ആരോപിക്കുകയാണ്. ഹിം ഹാവിംഗ് ദ പോക്കറ്റ് ബുക്ക് റിട്ടേൺഡ് ബൈ ആൻ അക്കംപ്ലീസ്. ഇവിടെ അക്കംപ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പർ, കൂട്ടാളി എന്നൊക്കെ പറയാം. അതായത് ജനങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ നമ്മളെ പോക്കറ്റ് ബുക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോ അതെല്ലാവരും അറിഞ്ഞപ്പോൾ ഒരു കൂട്ടാളി മുഖാന്തരം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് തിരിച്ചു കൊടുത്തേക്കാണ്. ഹി ട്രൈ ടു പ്രൊട്ടസ്റ്റ്. അദ്ദേഹം എതിർക്കാനായിട്ട് ശ്രമിച്ചു. ആൾ ദ ടേബിൾ ബിഗാൻ ടു ലോഫ്. അല്ലെ, എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചിരിക്കാൻ തുടങ്ങി. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ. അദ്ദേഹത്തിന് ഡിന്നർ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് വെന്റ് അവേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജീർസ്. അല്ലെ, ചിരിക്കുന്ന, പരിഹസിക്കുന്ന, ജീർസ് മീൻസ് പിന്നെ പരിഹാസം. അല്ലെ, അവരുടെ ഇടയിൽ, അല്ലെ, അതിന്റെ ഇടയിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം പോവുകയാണ്. ഹി വെന്റ് ഹോം അഷെയിംഡ്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ട്, നാണം കെട്ടിട്ട്. അതുപോലെ തന്നെ ഇൻഡിഗ്നന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോട് കൂടിയിട്ട്. ചോക്കിംഗ് വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ. അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നുണ്ട്. അല്ലെ, ആകെ വിയർത്തൊലിക്കുന്നുണ്ട്. വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ, എന്താണ് ദേഷ്യം കൊണ്ടും കൺഫ്യൂഷൻ ആകെ വിയർത്തൊലിക്കണം. വല്ലാത്തൊരു അവസ്ഥയാണ്. ഹിസ് ഇന്നസെൻസ് വാസ് ഇമ്പോസിബിൾ ടു പ്രൂവ്. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യില്ല, പറ്റത്തില്ല. ആൻഡ് ഹി വാസ് സ്ട്രിക്കൻ ടു ദ ഹേർട്ട്. അല്ലെ, അദ്ദേഹത്തിന് ഹി വാസ് സ്ട്രിക്കൻ ടു ദ ഹേർട്ട് ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് സസ്പീഷ്യൻ. അല്ലെ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിനെ എന്ത് സ്ട്രിക്കൻ ചെയ്തു, എന്ത് ബാധിച്ചു, മനസ്സിന് എന്ത് ബാധിച്ചു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഇൻജസ്റ്റിസ് ഓഫ് സസ്പീഷ്യൻ. എന്താണ് ഇൻജസ്റ്റിസ്? അനീതി, അതായത് സംശയത്തിന്റെ അനീതി അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, ഒരു മനുഷ്യൻ എന്നെ വിശ്വസിക്കുന്നില്ല, ഞാൻ എന്തിനാണ് ഇനി. അല്ലെ, നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാലാണ് കുട്ടികളെ നമ്മൾ മറ്റ് പല കാര്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ചിന്തിക്കുക. ഈവൻ നമ്മുടെ ജീവൻ ഇല്ലാതാക്കാൻ വരെ എന്ത് ചെയ്യാൻ നമ്മൾ ചിന്തിക്കും. അത് നമ്മളെ പല അസുഖങ്ങളിലോട്ടും എന്ത് ചെയ്യുന്ന പണ്ടത് നയിക്കും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന പണ്ടത് മനസ്സ് നിയന്ത്രിക്കുക. നമ്മൾ മാക്സിമം എന്താവുക എന്നാ പണ്ടത് കോൺഫിഡന്റ് ആവുക. ബി കോൺഫിഡന്റ്. ഓക്കെ, ഈ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ ഹച്ച്കോമിന് വന്നിട്ടുള്ളത്. ദെൻ ഹി ബിഗാൻ ടു റീകൗണ്ട് ദ അഡ്വഞ്ചർ അഗെയിൻ. അദ്ദേഹം വീണ്ടും ആ അഡ്വഞ്ചർ ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി, റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലെ, പ്രൊലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിവർത്തി പറയാ. അല്ലെ, വിസ്തരിച്ചിട്ട് എന്ത് ചെയ്യുക, പറയാ. ഹിസ് ഹിസ്റ്ററി എവരിഡേ. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എല്ലാ ദിവസവും അദ്ദേഹം എന്താ പറയാൻ തുടങ്ങി. ഈച്ച് ടൈം ഹി ആഡഡ് ന്യൂ റീസൺസ്. ഓരോരോ തവണ അദ്ദേഹം പുതിയ റീസൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നത്. മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്. അല്ലെ, കൂടുതൽ എനർജിയോട് കൂടിയിട്ട് അതിനൊക്കെ എതിർക്കുന്നുണ്ട്. മോർ സോളം ഓട്സ്. അല്ലെ, അതായത് സോളം ഓട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢ ഓട്സ്, പ്രതിജ്ഞകള്. നമ്മൾ പറയില്ലേ, അല്ലെ, ദൈവമാണേ സത്യം, അല്ലെ, അല്ലെ, എൻ്റെ അച്ഛനാണേ സത്യം, എൻ്റെ അമ്മയാണ് സത്യം, ഞാൻ എടുത്തിട്ട് ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ പറഞ്ഞത്, അദ്ദേഹം പ്രതിജ്ഞ ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ആളുകൾ എന്താ പറയുന്നത്, ദോസ് ആർ ലൈയിങ് എക്സ്ക്യൂസസ്. അല്ലെ, ഇതെന്താന്നാ പറഞ്ഞത്, ലൈയിങ് എക്സ്ക്യൂസസ്, നോണ പറയുന്ന പോലെ എക്സ്ക്യൂസസ് ആണെന്നാണ് പറയുന്നത്. അല്ലെ, ദേ സെഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അദ്ദേഹത്തിന് പുറകിൽ നിന്ന് കണ്ട ആളുകൾ പറയാണ്. ദ പീപ്പിൾ നൗ മെയ്ഡ് ഹിം ടോക്ക് അബൌട്ട് ദ സ്ട്രിങ് ടു അമ്യൂസ് ദം. അങ്ങനെ ഇപ്പോ ആളുകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തെ വിളിച്ചിട്ട് പിന്നെ ഹച്ച്കോം കാക്ക, അല്ലെ, പോയി നിങ്ങൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, പിന്നെ നിങ്ങളുടെ ആ സ്ട്രിങ്ങിന്റെ കഥ ഒന്ന് പറയോ എന്നൊക്കെ എന്ത് ചെയ്യാ പറയുന്നത്. എന്തിനാണ്, ഇവരെ അമ്യൂസ് ചെയ്യാനാണ്. അല്ലെ, ഹിസ് മൈൻഡ് ടച്ച് ടു ദ ഡെപ്ത് ബിഗാൻ ടു വീക്കൻ. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിനെ ആഴത്തിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, വീക്കാവാൻ തുടങ്ങി. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ഡിസംബറിന്റെ അവസാനമായിട്ട്, അതായത് പുതുവർഷത്തിലോട്ടുള്ള ഒരു ഇതില്, അല്ലെ, ഹി ടുക്ക് ടു ഹിസ് ബെഡ്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറഞ്ഞില്ല, ബെഡ് റിഡനായി, കിടപ്പിലായി. അല്ലെ, എന്താണ് പറഞ്ഞത്, ഹി ഡൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജനുവരി. ഓരോ അസുഖം മനസ്സിന് എന്തെങ്കിലുമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്ന പോലെയാണ്. അല്ലെ, അങ്ങനെ ഹി ഡൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജനുവരിയിലെ ആദ്യ ദിനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചു. ജനുവരി ഫസ്റ്റ് വീക്കിൽ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ ദ ഡെലിറിയം എന്ന് പറഞ്ഞാൽ അതും ഇതും പറയാം, പിച്ചും പേയും പറയാം. ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ്, അതായത് മരണക്കിടക്കയിൽ ഇരുന്നിട്ടും, അല്ലെ, കിടന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഓരോന്നിങ്ങനെ പിച്ചും പേയും എന്ത് ചെയ്യാണ്, പറയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ, ഹി സ്ട്രഗിൾസ് ഹി കെപ്റ്റ്
ക്ലൈമിങ് ഹിസ് ഇന്നസെൻസ്, അദ്ദേഹത്തിന് എന്താണ് ഇന്നസെൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനല്ല എടുത്ത് റിട്രേറ്റിംഗ്, അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു പീസ് ഓഫ് സ്ട്രിങ് ആണ്. ലുക്ക് ഹിയർ ഇറ്റ് ഈസ് യുവർ ഹോണർ മേയർ പ്രഭോ. അങ്ങനെ ഞാൻ എടുത്തത് ഒരു പീസ് ഓഫ് സ്ട്രിങ് ആണ്, അല്ലാതെ പൈസയല്ല എന്ന് പറയാണ്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ കഥ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മുടെ സത്യസന്ധതയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെ, നമ്മുടെ അഭിമാനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. So students, today's class is over. We will meet another session. Thank you.